ശരി, ഇപ്പോൾ പഞ്ചാബിലെ പട്യാലയിൽ നിന്ന് ഡോക്ടർ സൗമ്യ, തിരുവനന്തപുരംകാരി കൂടിയാണ്, ഡോക്ടർ സൗമ്യ ചേരുന്നു. ഡോക്ടർ സൗമ്യ, നാളെ സംസ്ഥാന വ്യാപകമായിട്ട് കേരളത്തിലും അതേപോലെ തന്നെ രാജ്യവ്യാപകമായിട്ടും ഡോക്ടർമാർ സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ്. കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഈ വാർത്തയെയും ഈ സമരത്തെയും എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമസ്കാരം. ഡോക്ടർ സൗമ്യയാണ്. പഞ്ചാബിലാണ്, PG സ്റ്റുഡന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ സർജറിയിൽ PG സ്റ്റുഡന്റ് ആണ്. ആക്ച്വലി വളരെയധികം സന്തോഷം. നമ്മുടെ നാട്ടിലും ഇത് ഏറ്റെടുത്ത് സമരത്തിന് അല്ലെങ്കിൽ ഇതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് നമ്മുടെ എല്ലാ ഡോക്ടേഴ്സ് അസോസിയേഷൻ മുന്നിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മാറ്റി നിർത്തുന്നില്ലല്ലോ, നോർത്തിലെ സംഭവമാണ് എന്ന് കരുതി മാറ്റി നിർത്തുന്നില്ല. ഇത് നോർത്തിലെന്നല്ല, സൗത്തിലും എവിടെയും ഇന്ത്യയുടെ ഏത് കോണിലും ഒരു ഡോക്ടേഴ്സും ഒട്ടും സേഫ് അല്ല എന്നുള്ളത് നമുക്ക് വളരെ നേരത്തെ അറിയാം. കാരണം കേരളത്തിനെ സംബന്ധിച്ച് ഇത് പുതിയ വാർത്തയൊന്നും അല്ല. നമ്മുടെ കഴിഞ്ഞ വർഷം നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു ജീവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നഷ്ടപ്പെട്ടതേ ഡോക്ടർ വന്ദനെ ഞാൻ ഈ നിമിഷം സ്മരിക്കുന്നു. ഒരുപാട് വിഷമമുള്ള കാര്യമാണ് ഇങ്ങനെ ഡോക്ടേഴ്സിന് ഈ ഏറ്റവും സേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഏതായാലും അത്തരത്തിലുള്ള അനുഭവങ്ങൾക്ക് അറുതി വരുത്താൻ കൂടി ഇടയാക്കട്ടെ എന്ന് വിചാരിക്കുക മാത്രമാണ് ഈ നിമിഷങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത്. വളരെ നന്ദി ഈ നിമിഷങ്ങൾ സഹകരിച്ചതിന് സൗമ്യ.